ഒരു നല്ല മഴയത്ത് കപ്പയൊക്കെ കഴിക്കാന്ന് ഓർത്തപ്പില്ലേ ഈ വീട്ടില് മഴ വന്നില്ല. എന്തായാലും കേട്ടോ സൂര്യൻ ചേട്ടൻ ചതിച്ചാശാന് ശരിക്കാ ആംബിയൻസ് അപ്പയും കൂടെ വേണം അപ്പുറത്തെ വീട്ടിലെ പറമ്പിലേക്കാ. ഞങ്ങളുടെ വീട്ടില് പുഴയൊക്കെ ഉണ്ട് കണ്ട, വീട് കര പുഴ എല്ലാമേ ഇருக்கு. മോനെ അവരോട് ചോദിക്കണ്ടേ, അത് ഫുൾ ഫ്രീഡം ഇല്ലേ? ഈ കാണുന്നൊക്കെ എന്ത് സാധനല്ലേ വാഴാന്ന് പറയണ. മോനൊരു കഷ്ണം മതി, ഒരു കൊതിക്ക് മറ്റേ കാണുമ്പോ ഒരു രസം വരിക്കാം. വാഴന്റെ ഇലയിലൊക്കെ ഇട്ടിട്ട് ഭയങ്കര പാരമ്പര്യമായിട്ടൊക്കെ ഭക്ഷണം കഴിക്കൂല, അതുപോലത്തെ എന്താന്ന് പാരമ്പര്യം. പിന്നെ എന്താണ് പറയണെന്ന് പറഞ്ഞാ പൈതൃകമായി അതൊക്കെയാണോ? അതുമല്ല, അന്ന് എന്തായാലും പറയണെന്ന് അറിയണവരൊന്ന് കമന്റ് ചെയ്തിട്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾക്ക് വാഴല കിട്ടി ഗൈസ്. കാണിച്ചെടുക്ക ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി പറിച്ചിട്ട് വന്നേണ്. കാണിച്ചെടുത്തേണ് കീറിയൊരു കുഞ്ഞി കഷ്ണല്ല. പക്ഷെ സാരില്ല, മറ്റേ ഇത് വാക്ക് കിട്ടിയില്ല കേട്ടോ ഗൈസ്. ഇപ്പഴും കിട്ടില്ല. ധരിക്കാൻ പറഞ്ഞ മര്യാദ കിട്ടിയ ധരിക്കാനെ കൂടി പറ്റിച്ചത്. നിനക്കതിന് മലയാളം ഒന്നും അറിയില്ല. ഇവൻ താടിയൊക്കെ വെച്ച് വെറുതെ മലയാളം മാഷിനെ പോലെ അടക്കുന്നതാണ്. സോറി ഗൈസ്, ഞങ്ങൾക്ക് ഹിന്ദി ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് മലയാളം കിട്ടാത്തത്. അതായിരിക്കും അതാണ്. അത് തന്നെ നമ്മള് പുളിയും ഇതുപോലെ എണ്ണയിൽ ഇങ്ങനെ താളിച്ചെടുക്കും. ക്രഷ്ഡ് ചില്ലി, കുറച്ച് ക്രഷ് നമ്മളിങ്ങനെ അടിച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കും. ഇനി ഒന്നും പറയാനില്ല ഗൈസ്, കപ്പെടുക്കാം, മുക്ക അടിക്കാം. ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം. അടിപൊളിയാണ് ഗൈസ്, എനിക്ക് തന്നെ ഇഷ്ടമാണ്. അയ്യോ കൊതിയാണൊക്കെ ആവി പറക്കണ കണ്ട. ഈ മഴ വല്ല തുണിയെങ്ങാനും അലക്കിട്ടോ ദേവാണ്ടോ ആരെ വിളിച്ചോ ആതിരി. എനിക്ക് ഇതൊക്കെയാണ് ഇഷ്ടപ്പെടാത്ത. നല്ല മഴയും ഇതുപോലെ ചൂട് കപ്പയും ഉള്ളിമുളകും കട്ടൻ ചായക്കാട്ടി പൊളിയായിരിക്കും. തിളച്ചിരിക്കണേ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ.